ഭാരതത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാകുന്നു. നമ്മുടെ സൈന്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി മാറും. എന്നാൽ ഇതിൽ സന്തോഷിക്കുന്നതിന് പകരം നമ്മുടെ രാജ്യത്തിന്റെ കഴിവുകളെ കുറിച്ചോർത്ത് ലജ്ജിക്കുകയും പരാജയവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നേതാവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഭാരതം ഡ്രോണുകൾ നിർമ്മിക്കാൻ പഠിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ, മറുവശത്ത് 5000 ഡ്രോണുകളുമായി ശത്രുവിനെ വിറപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം തയ്യാറെടുത്തു കഴിഞ്ഞു. ഡ്രോൺ നിർമ്മാണത്തിൽ ഇന്ത്യ വട്ടപൂജ്യമാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തൽ. ഡ്രോൺ ഭാഗങ്ങളോ ക്യാമറയോ മോട്ടോറോ നിർമ്മിക്കാൻ ഇന്ത്യക്ക് അറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മുടെ സാങ്കേതിക വിദ്യയും ശാസ്ത്രജ്ഞരെയും അപമാനിക്കുകയാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നൽകുന്ന കണക്കുകൾ രാഹുലിന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. ഓരോ കമാൻഡിനും 100 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള 5000 ഡ്രോണുകൾ വീതം നിർമ്മിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ശത്രുവിന്റെ ഒളിത്താവളങ്ങൾ തകർക്കാൻ നമ്മുടെ ഡ്രോണുകൾക്ക് ഇനി വെറും നിമിഷങ്ങൾ മാത്രം മതി. നമ്മുടെ സൈന്യം ഇത്രത്തോളം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആർക്കു വേണ്ടിയാണ് പരാജയവാദം വിളമ്പുന്നത്? സ്വന്തം നാട്ടിലെ ഒരു ദേശീയ നേതാവിനോട് സ്വന്തം കാര്യപ്രാപ്തി തെളിയിക്കേണ്ടി വരുന്ന ഒരു സൈന്യത്തിന്റെ ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യൻ ആർമി തന്നെ വേണ്ടെന്ന് പറഞ്ഞ നെഹ്റുവിന്റെ പിന്തലമുറക്കാരനായ രാഹുൽ ഗാന്ധി ഇത് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എങ്കിലും ഇന്ത്യക്കും ഇന്ത്യൻ സൈന്യത്തിനും ഈ മനുഷ്യനൊരു ബാധ്യത ആകുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ സൈന്യത്തിന്റെ ചിന്താഗതിയിലും പ്രവർത്തന രീതിയിലും വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. വെറും പ്രതിരോധം എന്നതിലുപരി ഭാവിയിലെ യുദ്ധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വമ്പൻ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ സൈന്യത്തിനുള്ളിൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഭൈരവ് ബറ്റാലിയൻ, ആശാനി പ്ലാറ്റൂൺ, ശക്തിബൺ റെജിമെന്റ് തുടങ്ങിയ നൂതന യൂണിറ്റുകൾ രൂപീകരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ വഴി ഇന്ത്യൻ ആർമി ലോകത്തിന് കാണിച്ചു കൊടുത്തത് നമ്മുടെ കൃത്യതയും വേഗതയുമാണ്. ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ആത്മവിശ്വാസമുള്ള ഒരു സേനയായി ഭാരത സൈന്യം ഇന്ന് മാറിയിരിക്കുന്നു. BJP ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. രാഹുൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്? ഇന്ത്യൻ സൈനികർ കൂടുതൽ കരുത്തരാകുമ്പോൾ, കരുത്താർജിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്തിനാണ് ഇത്രമാത്രം അസ്വസ്ഥനാകുന്നത്? ഓരോ തവണ ഭാരതം സൈനികമായി മുന്നേറുമ്പോഴും വിദേശ മണ്ണിലിരുന്നു കൊണ്ട് രാജ്യത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന രാഹുലിന്റെ അജണ്ട ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇന്ത്യ ഇന്ന് ആരുടെയും മുന്നിൽ കൈനീട്ടുന്ന രാജ്യമല്ല. ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലൂടെ ആയുധ നിർമ്മാണത്തിലും ഡ്രോൺ സാങ്കേതിക വിദ്യയിലും നമ്മൾ സ്വയം പര്യാപ്തത നേടുകയാണ്. സ്വർണ്ണ തളികയിൽ രാജ്യത്തിന്റെ അധികാരം വെച്ച് നീട്ടാത്തതിന്റെ നിരാശയിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ എത്രയൊക്കെ തന്നെ പരാജയവാദം പ്രചരിപ്പിച്ചാലും ഇന്ത്യൻ സൈന്യത്തിന്റെ കുതിപ്പ് തടയാൻ ആർക്കും കഴിയില്ല. സൈന്യം ശക്തമാണ്, രാജ്യവും സുരക്ഷിതവുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.